ഓക്കെ ചേച്ചി, അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വലിയൊരു ഇത് പറഞ്ഞ് ഞങ്ങൾ ഗാർണിഷ് ചെയ്തില്ല. ഇപ്പോൾ ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ച് ഞങ്ങൾക്ക് ഇത്ര അറിയുള്ളൂ. ഞങ്ങളെ കൊണ്ടുള്ള മാക്സിമം അറിവ് വെച്ചിട്ട് ചെയ്ത സംഭവങ്ങളാണ്. ബാക്കിയെല്ലാം ഇനി നമ്മുടെ മാസ്റ്റർ ജി വന്നിട്ട് പറയട്ടെ. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുണ്ടാക്കിയ പേര് മാത്രം കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുള്ളു. ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് അല്ല, ബ്രിട്ടീഷ് എന്നിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധാരണ ഇത്തരം പേരുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ആളുണ്ട് ഇവിടെ. അല്ല, ഇതിനകത്ത് ആക്ച്വലി നമ്മള് പറഞ്ഞ പോലെ ഇത് ബ്രിട്ടീഷുകാരുടെ ഒന്നും ഇത് നമ്മുടെ ഞാനൊരു ഇപ്പൊ മാറി. അല്ല, സത്യമായിട്ടും അല്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ഗുമ്മിന് പേരിട്ടൊന്നല്ല. ഇത് കുച്ചു കുച്ചു ഹോത്താഹെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ട ബ്രിട്ടീഷ് കട്ട്ലറ്റ്. നിങ്ങള് പറഞ്ഞ വേണ്ടി പറഞ്ഞാണ്. വല്ല കാര്യമുണ്ട് ശരിക്കും ഇത് ആരുടെ കട്ട്ലറ്റാ? ഇത് ശരിക്കും ബീനശേഷി ഉണ്ടാക്കിയ കട്ട്ലറ്റ്. അവനെ ബിനിച്ചേച്ചിന്റെ പേരുണ്ട്. ഇത് എങ്ങനെ വന്ന മരമായിരുന്നു? ബ്രിട്ടീഷ് BBC. അവന്റെ ബ്രിട്ടീഷ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കഴിച്ചു നോക്കിയായിരുന്നോ? ആരാ ഇദ്ദേഹത്തിനെ കൊണ്ടാണോ കഴിപ്പിച്ചത്? അല്ല, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും അല്ല, ചേച്ചി എടുത്ത് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചാ. അല്ല, ബ്രിട്ടീഷ് എന്നുള്ള പേര് ഒഴിവാക്കി. ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കുന്നത് എന്റെ ഇവൻ ഞങ്ങൾക്ക് ഒന്നും വല്ലതും അറിയൂ. ഇത് ഞാൻ അനീഷിനോട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അനീഷ് ഒറ്റ കാര്യം പറയണം. ഇതിന് സോൾട്ട് ഉണ്ടോ എന്ന് പറയണം. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇല്ലല്ലോ, കുറവല്ലേ? ഒരു പോയിന്റ് കുറവല്ലേ? അതല്ല എൻ്റെ പ്രശ്നം. താങ്ക് യു. അപ്പം ഒരു പോയിന്റ് കുറവാണ്. ഇദ്ദേഹത്തിനോട് ഞാൻ കുറെ ചോദിച്ചു. അപ്പൊ ഇവൻ എന്താ പറഞ്ഞത്? ഞാൻ ചേച്ചിയെടുത്ത് ആദ്യമേ ചോദിച്ചു, ഇദ്ദേഹത്തിന് ചേച്ചിയെടുത്ത് എന്തെങ്കിലും. അല്ല, ഉപ്പ് ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞേ ചേച്ചി ഉപ്പ് നമുക്ക് അധികം വേണ്ട ചേച്ചി, കാരണം ഇത് കൂടുതലാണ്. ചെറിയൊരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ത് പ്രഷർ എന്ന് പറഞ്ഞാലും ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്ന സാധനം ഉപ്പില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. എന്തിനും രുചി എന്ന് പറയുന്ന സാധനം. അതാ ഞാൻ പറഞ്ഞു. ഞാൻ കുറെ പ്രാവശ്യം നോക്കി. ചേച്ചിയെടുത്ത് വീണ്ടും അതാ ചോദിച്ചത്. ഞാൻ 10 പ്രാവശ്യം എടുത്ത് നോക്കി. ഞാൻ പറയാം കുറവ് ഇല്ല ഇടല്ലേ ചേച്ചി എന്ന് വെച്ചാൽ വേറെ അവൻ പറയുന്നത് ചിലപ്പോൾ കൂടുതൽ. ഒരു ലീഡർ ഉണ്ടാവണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ടു മെനി കുക്സ് സ്പിൽ ദ മിൽക്ക് എന്നാ പറയുന്നത്. രണ്ടിനും കൂടെ ചായ ഇടാൻ പോയി കഴിഞ്ഞാൽ നശിച്ചു. ഒരാൾ എടുത്തു കൊടുക്കാനും ഒരാൾ ഇടാനും നിൽക്കണം. താങ്ക് യു.